ഒരു സിനിമക്ക് വരെ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ട് അത് ഏറ്റെടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് വരേണ്ട ഒരു അവസ്ഥ വന്നു. എഡിറ്റ് ചെയ്യാൻ പറയാൻ സെൻട്രൽ ഗവൺമെന്റ്. പാർലമെന്റിന്റെ അകത്ത് ചർച്ച ചെയ്യണ വലിയ വലിയ കാര്യങ്ങളുടെ അവിടുത്തെ ചർച്ച ചെയ്യണത് സിനിമ. ഈ വിധത്തിലാണ് കേരളം ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഒരു വൃത്തികെട്ട കേസ് ഇതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ, മറ്റാരെങ്കിൽ കേട്ടാ. കാരണം ജയിലിലുള്ളവനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക, തൂക്കുവയറ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കണ ഈ വർഗത്തിനെ നമുക്കൊന്നും വിളിക്കാൻ പേരുകൾ തന്നെ ഒന്നുമില്ല. നീ ഒന്ന് എത്ര സുഡാപ്പികൾ ഇതിനെ സപ്പോർട്ട് ചെയ്താലും ഇത് സംഘിയാണ് സംഘി എന്ന് പറയുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന സംഘി നരേന്ദ്രമോദിയും അമിത്ഷയും വിചാരിക്കാതെ ഇവൻ ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ഇത് രാജാവിന്റെ കയ്യിലെത്തി. ഈ രാജ്യം വഞ്ചിച്ച് അവിടുത്തെ കോടതി 5 മില്യണിലധികം പൈസ ചോദിച്ചു എന്നുള്ള ഈ രാജ്യത്ത് മുഴുവനും ലോകം മുഴുവനും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. പാട്ടപ്പിരിവെടുത്ത് ബോബി ചെമ്മണ്ണൂർ എന്താ ചെയ്തേ? പാട്ടപ്പിരിവെടുത്തു. സൗദിയിലെ ജയിലിൽ കിടക്കുന്ന പൗരനെ രക്ഷിക്കാൻ പൈസ കൊടുത്തു. സൗദിയിലെ ജയിലിൽ കഴിഞ്ഞാൽ 5 മില്യൺ എടുത്താൽ കുഴപ്പമില്ലായിരുന്നു. 5 മില്യൺ ദിറംസ്, ദാറ്റ് ഈസ് ഓൺലി 12 കോടി. 12 കോടി എടുത്താൽ കുഴപ്പമില്ല. അതിന്റെ അപ്പുറമുള്ളത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ഇൻസൾട്ട് ചെയ്യണം. രേഖ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സൗദിയിൽ അതൊന്നും ഇല്ലല്ലോ രേഖകള്. ആ രേഖകളായിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് റഹീമിനെ മോചിപ്പിക്കുക. രേഖകൾ കൊണ്ടുപോവാ. ഏത് എംബസിയിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചതോ? രേഖ എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാക്കുന്ന രേഖകൾ. ഇതിലും വലിയ രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോ ഒരുത്തൻ അവിടെ കിടക്കുന്നത്. വലിയ എമിഗ്രേഷൻ ഓഫീസ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ തിഹാറിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവനെ. തഹാവൂറാണ് അബ്ദുൽ റഹീം. റിയാദ് ജയിലിൽ കിടക്കുന്ന ജീവപര്യന്തല്ല തലവെട്ടാൻ വിധിച്ച അബ്ദുൽ റഹീമിന്റെ വിധി ഇന്നും മാറ്റിവെച്ചു കോടതി. എത്രാം തവണ? 1 കൊല്ലം 1 മാസമായി നമ്മളെ നാട്ടുകാര് പൈസ കൊടുത്ത് ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് കാത്തിരിക്കണ. 1 മാസത്തിനകം റഹീമിനെ ഇറക്കി തരും എന്ന് പറഞ്ഞിട്ട്. റഹീം റിയാദ് ജയിലിൽ കിടക്കുന്ന റഹീമിന് എന്ത് സംഭവിച്ചെന്ന് കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ രേഖകൾ ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ കേസിൽ ഞാൻ ഇടപെട്ട് ഞാൻ NIAക്ക് എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിലാരെങ്കിലും ഇടപെട്ടിട്ട് അന്വേഷണം തടയാനോ ഒക്കെ ശ്രമിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതും എനിക്കറിയാൻ പറ്റും. എൻ്റെ ബന്ധങ്ങൾ എനിക്കതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അത് ശ്രമിക്കുന്നുള്ള ആരായാലും എൻ്റെ മുമ്പിൽ ആരും പ്രശ്നമില്ല. ആരായാലും ഞാൻ അവരെ തീർക്കും. നിങ്ങൾക്കൊക്കെ അറിയാലോ ഈ കേസിനെ പറ്റിയിട്ട്. ഇന്നിപ്പോ ഒരു ഫേക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. വിധി വന്നു അബ്ദുൽ റഹീമിന് മോചനം. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇത് വന്നത്. അപ്പൊ ഈ പൈസ എവിടെ പോയി? വീണ്ടും നമ്മൾ ചോദിക്കുന്നു, അബ്ദുൽ റഹീമിന് വേണ്ടി 34 കോടി എന്ന് പറഞ്ഞിട്ട് പിരിച്ച പൈസ എവിടെ? ഇവർക്ക് കിട്ടിയ 100ഓളം കോടികൾ കിട്ടി. ഇവരെന്നെ പറയുന്നു 57 കോടി പിരിച്ചു. 1 മാസത്തിനകം വരും എന്നുള്ള ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലുമായിട്ട് അവരുടെ എല്ലാം വോയിസുകൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. കാരണം 1 കൊല്ലം 1 മാസമായ പ്രശ്നമാണിത്. അപ്പൊ ഇത്രയും കാലം കൊണ്ട് ഇതിന്റെ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും ആയി. പക്ഷെ ഇതിന്റെ ഈ ചങ്ങാതി ജയിലിൽ നിന്ന് വരുന്നില്ല. ഓക്കെ, ഇന്ന് ഫേക്ക് ഐഡിന്ന് പോസ്റ്റർ ഉണ്ടാക്കി വിടുന്ന ആരെ എന്നെ കാണിക്കാനോ? അല്ലെങ്കിൽ ഇവിടെ കോടികൾ മരുന്ന് വാങ്ങാൻ വെച്ച പൈസയും കുട്ടികളെ തൊണ്ട് പൊട്ടിച്ച പൈസയും ഒക്കെ ബോബി ചെമ്മണ്ണൂർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയാണോ? അപ്പൊ അയാളെ പൊക്കി നടന്ന് ഇനിയിപ്പം നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഇയാൾ ഫണ്ട് കളക്ട് ചെയ്യുന്ന പറയണം. ഒരു പൈസ ഒരാൾ കൊടുക്കരുത്. ഗവൺമെന്റിൽ ഇവിടുത്തെ ഹോം മിനിസ്ട്രി ഇടപെടുന്നുണ്ട് നിമിഷപ്രിയന്റെ കേസിൽ. ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം ഇടപെടുന്നുണ്ട് കേസിൽ. അതുപോലെ ഈ കേസിൽ ഇടപെടാൻ വേണ്ടി ഈ റഹീമിന്റെ കുടുംബത്തിന് ഞാൻ ക്ഷണിച്ചതാ ഡൽഹിക്ക്. അവരെന്തുകൊണ്ട് വരുന്നില്ല? അവരിതുപോലെ എന്തുകൊണ്ട് പറയുന്നില്ല? നിമിഷപ്രിയന്റെ അമ്മ പോണ നേരായ വഴിയിലൂടെ. അതുകൊണ്ട് ഇനി കേരളത്തിലുള്ള ആൾക്കാരെ പോക്കറ്റ് കാലിയാക്കിയിട്ട് ബോബി ചെമ്മണ്ണൂർ ഒരു പൈസ പിരിക്കേണ്ട. എല്ലാ പിരിക്കണതും എന്തിനാണ്, എങ്ങോട്ടാ പോണേ, എങ്ങനെയാ പോണെന്നുള്ള എല്ലാവർക്കും അറിയാം. ബോബി ചെമ്മണ്ണൂരും ഇതിന്റെ പേരിൽ എത്ര പിരിച്ചെന്ന് നമുക്കറിയാം. ഇപ്പൊ എമ്പുരാൻ സിനിമ ഉണ്ടായി എത്ര പൈസ വെള്ളിപ്പിച്ചു എന്നുള്ള അറിയാം. ഇന്ന് ആ കോടതിയിൽ കേസ് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു നോമ്പിനാണ് നമ്മൾ ലാസ്റ്റ് ലൈവിൽ വന്നത്. അന്ന് കേസ് നടത്തിയിട്ടില്ല. അന്ന് കേസ് വിളിച്ചു മാറ്റി വെച്ചു. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഈ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഓൺലൈനില്ല. അപ്പൊ ഇപ്പോഴും റഹീം എന്താണ്, റഹീമിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാൻ ഇവർക്കൊന്നും പറ്റുന്നില്ല.
കാരണം റഹീമിന്റെ കേസ് വിധി പറഞ്ഞ് മാറ്റിവെച്ച് ഒരു ദിയ പണം കൊടുക്കേണ്ട കേസാണ് പറഞ്ഞാണ് നമ്മളെ കേരളത്തിൽ നിന്നപ്പോൾ ചോദിക്കും ഞാൻ പൈസ കൊടുത്തോ. ഞാൻ കള്ളന്മാർക്ക് പൈസ കൊടുക്കുന്ന ആളല്ല, ഞാൻ അധ്വാനിച്ച് ജീവിച്ച ആളാണ്. അതുകൊണ്ട് എനിക്കുള്ള ഒരു ഉറുപ്പ്യക്കും ഞാൻ കൊടുക്കണേ ഞാൻ ആലോചിച്ച് ചിന്തിച്ചിട്ടേ കൊടുക്കൂ. കാരണം അത് അറിയാതെ കൊടുക്കണമെങ്കിൽ നമ്മൾ ലോകത്തിറങ്ങാതെ വീടിന്റെ അകത്ത് ഇരുന്ന് നോക്കണം. അപ്പൊ ഞാൻ കൊടുത്തിട്ടില്ല, ഉറപ്പ് തന്നെയാണ്. പൈസ കൊടുത്തിട്ട് അത് ഒരു മാസം കൊണ്ട് കൊണ്ടുവരുന്നു പറഞ്ഞ ഇവിടെയൊക്കെ റെക്കോർഡുകൾ ഉണ്ടല്ലോ, ഇതിൽ തന്നെ കട്ട് ചെയ്തിടൂ. ഇതിൽ കാണുന്ന ലൈവിലുള്ളവരെ കയ്യിലുണ്ട് ഇവരെ വോയിസും ഇവര് പറഞ്ഞതും മാധ്യമങ്ങൾക്ക് കൊടുത്തതും ഒക്കെ. ഒരു മാസം കൊണ്ട് എത്തും ദിയാപണം കോടതി ചോദിക്കാതെ ഒരു ദിയാപണവും ഗവർണറിന് കൈമാറാൻ ഇന്ത്യൻ എംബസിക്ക് സാധിക്കില്ല. ഇന്ത്യൻ എംബസി ഇങ്ങനെ ഒരു പൈസ കളക്ട് ചെയ്തിട്ടില്ല. ഇനിയും പറയണോ, ഇവര് വിചാരിക്കും നമ്മളൊക്കെ അത് മറന്ന്, ഇവരൊക്കെ സൈക്കോളജിക്കൽ മൂവ്മെന്റാ. മനുഷ്യൻ ഇതെല്ലാം മറക്കും. നമുക്കൊക്കെ തിരക്കിനിടയിൽ ഇത് ഇനി പറയാൻ വരില്ല, ഇത് കഴിഞ്ഞ്. പിന്നെ കോടികൾ കയ്യിലായവന് പൈസന്റെ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്. ഈ കളക്ട് ചെയ്ത് വെച്ചോന് അവൻ എവിടെ പോയി സ്വാധീനിക്കാൻ വേണ്ടി അവന്റെ കൈ നിറയെ പൈസ ഉണ്ട്. പക്ഷെ ഈ വന്ന് പറയണ നമ്മൾക്കൊന്നും പൈസ കൊടുത്തതിന് വേണ്ടി വർക്ക് ചെയ്യാനോ കേസ് നടത്താനോ ഒന്നും കഴിയില്ല, അവർക്കറിയാം. പിന്നെ ഈ കൊടുത്ത നല്ല മനുഷ്യരായ കേരളത്തിലെ നല്ല മനുഷ്യർക്ക് അവർക്ക് ഇതിനെപ്പറ്റി പിന്നാലെ പോവാന്നുള്ളത് അവരെ കൊണ്ട് സാധിക്കൂല. ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങൾക്ക് കൊടുക്കുക എന്നല്ലാതെ ജീവിതം ഈ തലയും ആ തലയും മുട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് മുക്കാൽ ഭാഗ ജനങ്ങളും. സുഖമായിട്ട് ഇങ്ങനെ ആരാന്റെ പൈസ തിന്ന് നടക്കുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് ഈ സൗദി ജയിലിൽ കിടക്കുന്ന റഹീമിന് വേണ്ടി യാതൊന്നുമില്ല. പിന്നെ വലിയൊരു കഥ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഈ റഹീമു ഈ സ്കാമിലെ ഒരു മെമ്പറാണ്. ആ റഹീമിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കൊടുത്തതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. കാരണം അവൻ ഒരിക്കലും പറയില്ല, അവനിപ്പോഴും വക്കീലില്ല. പഠിക്കാത്ത ഏതോ ഒരു സിദ്ദീഖ് തൂരാണ് അവന്റെ വക്കീല്. അയാൾ ആരാന്ന് ഒരു സാധാരണ പ്രവാസി, ഒരു ബിസിനസ്സുകാരനായ പ്രവാസിയാണ് അവന്റെ വക്കീല് പറയുന്നത്. അഡ്വക്കേറ്റ് ഭാഗം പഠിച്ച ആൾക്ക് തന്നെ അവിടെ ഒരു വക്കീലായി കോടതിയിൽ ഹാജരാൻ പറ്റില്ല, നാഷണാലിറ്റിക്ക് മാത്രം. ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയാണ്. നാഷണാലിറ്റി വക്കീലിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഒരു പഠിച്ച വക്കീലിന് പോകാൻ പറ്റൂ. പവർ ഓഫ് അറ്റോർണി ആർക്കും വാങ്ങി ഈ കേസിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോവാ, ഓഫീസ് കയറി ചെല്ലാന്നല്ലാതെ ഒന്നുമില്ല. മണ്ടന്മാരാക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ് നിങ്ങളിന്ന് കേരളത്തിലുള്ള ഓരോ മനുഷ്യരും മനസ്സിലാക്കുക. പ്രവാസികൾ, KMCC, മറ്റേ അത് CC എന്നും പറഞ്ഞിട്ട് ഇവര് വരുന്ന, പിന്നെ കുറെ പത്രക്കാര്. എന്ത് പത്രം? ഇവര് ജേർണലിസം പഠിച്ച പത്രക്കാരെ. ഈ പറയുന്നവരൊക്കെ എന്നൊക്കെ തെറി വിളിക്കാൻ ഓരോരുത്തർ വരാറുണ്ട്. സൗദിയിലുണ്ടായി അക്കാലങ്ങളിൽ റഹീമിന് ജയിലിൽ പോയി. ജയിലിലൊന്നും പോയി റഹീമിന് ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഈ അൻഷാദ് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ ആള് മാത്രമേ ജയിലിൽ പോയി കണ്ടുള്ളൂ. കാരണം അയാൾ ജോലി ചെയ്യണ വലിയൊരു ഇതുപോലത്തെ ഒരു അഡ്വക്കേറ്റിന്റെ കീഴിൽ ജോലി ചെയ്യണ ആളായതുകൊണ്ട് അയാളെ കൂടെ പോകുമ്പോൾ കണ്ടുമുട്ടിയാണ് ഈ റഹീമിനെ. ആ റഹീമിനെ ഹാൻഡ് ഓവർ ചെയ്താണ് ഈ KMCCക്കാർക്കുള്ള അവർ കൊണ്ടുപോയി അവരിതൊരു 4 ഇയേഴ്സിൽ പ്ലാൻ ചെയ്തൊരു ബിസിനസ്. ഇതെല്ലാം ഇവർ പറയണതോ ഒന്നുമല്ല. ഇതൊക്കെ അവിടെയുള്ള ആൾക്കാർ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കണേ. പിന്നെ ആര് ഈ കേസിൽ ഇടപെട്ടാലും അവരെ പണം കൊണ്ടോ പിന്നെ ഭീഷണിപ്പെടുത്തിയോ ഇവർ സ്വാധീനിക്കും. കാരണം പൈസ കൊണ്ട് എന്തു സാധിക്കുക എന്നുള്ള വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇതിന്റെ പിന്നില്. അത് അവർ വിജയിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു ദിവസമുണ്ട്. God sees the truth but take time. ആ സത്യത്തിന് 18 കൊല്ലം മുമ്പേ ബോംബെ ഭീകരാക്രമണം നടത്തിയ ഒരുത്തനെ കൊച്ചിയിലിരുന്നാണ് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ ഈ ഭാരതത്തിന് സാധിച്ചെങ്കിൽ എന്ത് സ്കാമോ. ഇതിപ്പോ റഹീം എന്ന് പറഞ്ഞ ഒരു സാധാരണ വ്യക്തിയാണ്. ഇതുപോലത്തെ 100 റഹീമുമാര് പല ജയിലുകളിലായിട്ട് വിദേശ രാജ്യങ്ങളിലുണ്ട്. അതിലൊക്കത്തിലും പോയി സമാധാനം കണ്ടെത്തുക, അവരെ പുറത്തിറക്കാന്നൊന്നും പറഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല. ആരെങ്കിലും സംഘടനകൾ ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും, നമ്മളെ രാജ്യത്തേക്ക് അവരെ തിരിച്ചയക്കാനോ ഇവിടെ ശിക്ഷ അനുഭവിക്കാനോ. അല്ലാതെ എല്ലാരെയും തെറ്റ് ചെയ്ത് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഉറപ്പല്ലേ? ഇവൻ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത്, കൊന്നു എന്നുള്ളത് പറയുന്നതിന് പകരം അവൻ കൊല്ലാൻ ശ്രമിച്ചല്ലേ. അവന്റെ കയ്യബദ്ധം വന്നൊരു കുട്ടീനെ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതിന് പകരം ഈ അബ്ദുൾ റഹീം ആ കുട്ടീനെ ഒക്കെ വെച്ച് നാടകം കളിക്കുക ചെയ്ത്. ഇപ്പൊ ഇത് കളിക്കുന്ന ഈ നാടകം അവൻ ആ മരിക്കാൻ കിടക്കുന്ന കുട്ടീനെ വെച്ച് ചെയ്തതുകൊണ്ടാണല്ലോ. അതും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല എന്നല്ല അതാണ് നിങ്ങൾ ആലോചിക്കട്ടെ. ഒരു കാർ റേസർ ആയിട്ടുള്ള ഏറ്റവും ബ്രില്യന്റ് ആയ ഒരു പയ്യനായിരുന്നു. ആ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു കൊല്ലം മുമ്പ് തളർന്നു പോയ അവനെ നോക്കാൻ ഏൽപ്പിച്ചാണ് ഈ അബ്ദുൾ റഹീമിനെ സൗദിയിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു അങ്ങനത്തെ ഒരു സൗദി പൗരന്റെ
പിന്നെ ആത്മാഭിമാനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, ആ രാജ്യത്തിനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസ് ഇനി സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കണമെങ്കിൽ അവരെ കുടുംബങ്ങളിൽ വന്ന് എന്താണ് ഉണ്ടായെന്ന് സത്യം പറയാൻ തയ്യാറാവണം. റഹീമിന്റെ ജ്യേഷ്ഠനും അമ്മാവനും ഉമ്മയൊക്കെ അവര് എഴുതി കൊടുത്ത് ഇവിടെ ഇന്നതാണ്, ഈ ഫണ്ടിലൂടെ എങ്ങനെയൊക്കെയാണ് നടന്നത്, ഇന്നതാണെന്നുള്ള അവർ തയ്യാറാവണം. പക്ഷെ ഇവരാരെയോ സംരക്ഷിക്കാൻ വേണ്ടി അവരെ വിളിക്കുമ്പോൾ അങ്ങോട്ടും നമ്മളെ വിളിക്കുമ്പോൾ അങ്ങോട്ടും പറഞ്ഞിട്ട് കളിച്ചോണ്ട് റഹീം പുറത്തു വരില്ല. വയസ്സായ ഉമ്മക്ക് റഹീമിന് ഒരിക്കലും അവിടെ കാണാൻ പറ്റിയെന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്. അവന് ഉമ്മനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നും നമുക്കറിയാം. അതുകൊണ്ട് ഈ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് ഇനി അബ്ദുൾ റഹീം കേരളത്തിലുള്ളവരെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നല്ല മനുഷ്യരെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ദൈവത്തിനോട് ഉത്തരം പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ. കാണുന്നുണ്ടല്ലോ ഭീകരവാദികളെയും ഫണ്ട് ഒഴുക്കിയവരെയും ഒക്കെ പിടിക്കുന്നു. ഓരോരുത്തരായി NIA കസ്റ്റഡിയിലും മറ്റും മറിച്ചും പോയിക്കൊണ്ടിരിക്കുക. ഒരു സിനിമക്ക് വരെ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ട് അത് ഏറ്റെടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് വരേണ്ട ഒരു അവസ്ഥ വന്നു. എഡിറ്റ് ചെയ്യാൻ പറയാൻ സെൻട്രൽ ഗവൺമെന്റ്. പാർലമെന്റിന്റെ അകത്ത് ചർച്ച ചെയ്യണ വലിയ വലിയ കാര്യങ്ങളുടെ അവിടുത്തെ ചർച്ച ചെയ്യണത് സിനിമ. ഈ വിധത്തിലാണ് കേരളം ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഒരു വൃത്തികെട്ട കേസ് ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ, മറ്റാരെങ്കിൽ കേട്ടാ. കാരണം ജയിലിലുള്ളവനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക, തൂക്കുവയറ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ഈ വർഗത്തിനെ നമുക്കൊന്നും വിളിക്കാൻ പേരുകൾ തന്നെ ഒന്നുമില്ല. ഞാനൊരു രൂപ കൊടുക്കൂലല്ലടോ, നീ ആരാ അത് ചോദിക്കാൻ? നിങ്ങൾ കൊടുക്കണ്ട പറയാൻ. ഇന്ത്യയൊക്കെ കൊടുക്കണ നീ തീവ്രവാദത്തിലാണ്. എപ്പോഴും വന്ന് ഇഷാ കുഞ്ഞു കാസർഗോഡ് എന്ന് പറഞ്ഞ ഒരുത്ത വരലുണ്ട്. എൻ്റെ മേലെ ഏറ്റവും അധികം വൃത്തിയോട് പറയണ. എനിക്ക് പക്ഷെ ഒന്നുമില്ല, ഞാൻ ഇതിലും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ എന്ത് പറഞ്ഞാലും എവിടെ വരെ നിങ്ങളൊക്കെ പറയും, ഞാൻ അതൊക്കെ കേൾക്കണം. ഞാൻ ചെയ്യണ പണി ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് നീ ഒന്ന് എത്ര സുഡാപ്പികൾ ഇതിനെ സപ്പോർട്ട് ചെയ്താലും ഇത് സംഖ്യയാണ് എന്ന് പറയണത്. ഈ രാജ്യം ഭരിക്കുന്ന സംഖ്യ നരേന്ദ്രമോദിയും അമിത്ഷയും വിചാരിക്കാതെ ഇവൻ ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ഇത് രാജാവിന്റെ കയ്യിലെത്തി. ഈ രാജ്യം വഞ്ചിച്ച് അവിടുത്തെ കോടതി 5 മില്യണിലധികം പൈസ ചോദിച്ചു എന്നുള്ള ഈ രാജ്യത്ത് മുഴുവനും ലോകം മുഴുവനും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. പാട്ടപ്പിരിവെടുത്ത് ബോബി ചെമ്മണ്ണൂർ എന്താ ചെയ്തേ? പാട്ടപ്പിരിവെടുത്തു. സൗദിയിലെ ജയിലിൽ കിടക്കുന്ന പൗരനെ രക്ഷിക്കാൻ പൈസ കൊടുത്തു. സൗദിയിലെ ജയിലിൽ കഴിഞ്ഞാൽ 5 മില്യൺ എടുത്താൽ കുഴപ്പമില്ലായിരുന്നു. 5 മില്യൺ ദിറംസ്, ദാറ്റ് ഈസ് ഓൺലി 12 കോടി എടുത്താൽ കുഴപ്പമില്ല. അതിന്റെ അപ്പുറമുള്ളത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ഇൻസൾട്ട് ചെയ്യണ. ഇന്ത്യനോട് അവർ ചോദിക്കുക, ഈ രാജ്യത്തിനോട് അവർ ചോദിക്കുക. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അവിടെയാണ് ഇവിടെ കുടുങ്ങിപ്പോണേ. ഈ കേസ് അന്വേഷണത്തിന് പോലും ഒരു പരിധിയിലപ്പുറം പോവാൻ പറ്റാത്തത്. അപ്പോ എംബസി മുഖേനയാണ് കൊടുത്തതെന്ന് പറയുന്ന രേഖകളുമുണ്ട്. ഓക്കെ, രേഖകളൊക്കെ നിങ്ങൾ NIAക്കും EDക്കും ഒക്കെ കൈമാറിക്കോ. രേഖ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സൗദിയിൽ അതൊന്നും ഇല്ലല്ലോ രേഖകള്. ആ രേഖകളായിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് റഹീമിനെ മോചിപ്പിക്കുക. രേഖകൾ കൊണ്ടുപോവാ. ഏത് എംബസിയിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചതോ? രേഖ എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാക്കുന്ന രേഖകൾ. ഇതിലും വലിയ രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോ ഒരുത്തൻ അവിടെ കിടക്കുന്നത്. വലിയ എമിഗ്രേഷൻ ഓഫീസ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ തിഹാറിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവനെ തഹാവൂറാണ്. ഇതുപോലത്തെ ഭീകരവാദികൾ തന്നെ അതിന്റെയൊക്കെ പിന്നിലും ഈ ഫണ്ട് കളക്ഷനെല്ലാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്തായാലും തീർച്ചയായിട്ടും ഇവന്മാര് മറുപടി പറയേണ്ടിയിരിക്കും. ഈ പറയുന്ന ആൾക്കാർ എന്റെ പേരിൽ കേസ് കൊടുക്കാൻ എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. ജനങ്ങളോട് സത്യം പറഞ്ഞ്, അല്ലെങ്കിൽ ആ ചങ്ങാതിനെ ജയിലിൽ ഇറക്കാൻ എങ്കിലും പറ്റിയാൽ നിങ്ങൾ കൊണ്ടുപോയ പൈസക്ക് നിങ്ങൾ കുറച്ച് സമാധാനം പറയാം. പൈസയില്ല, റഹീം പുറത്തും വന്നില്ല. അപ്പൊ എന്താണ് പറയേണ്ടതെന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ അന്വേഷണം എവിടെ നിങ്ങൾ വഴിമുട്ടിച്ചാലും ആ അന്വേഷണം എൻ്റെ തടിയിൽ ജീവനുള്ളിടത്തോളം കാലം ഇതിനെ ഞാൻ ഫോളോ ചെയ്യും. അത്രയും എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.